Statement sentences. പ്രസ്താവനാവാചകങ്ങൾ. Many times we use simple sentences to state about any person or ourselves. These are called statement sentences. ഒരാളെക്കുറിച്ചോ നമ്മെക്കുറിച്ചോ പറയാൻ പലപ്പോഴും നാം ലളിതമായ വാചകങ്ങൾ ഉപയോഗിക്കും. ഇതിനെ പ്രസ്താവനാവാചകങ്ങൾ എന്ന് പറയുന്നു. To make these type of sentences, we need only the helping verb. ഇത്തരം വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു സഹായക ക്രിയ ആവശ്യമാണ്. Look at some examples. ഉദാഹരണം: My name is Anita. എന്റെ പേര് അനീത എന്നാണ്. This is a flower. ഇതൊരു പൂവാണ്. That is Rohan's house. അത് രോഹന്റെ വീടാണ്. There is a big function in my school. എന്റെ സ്കൂളിൽ ഒരു വലിയ ആഘോഷമുണ്ട്. Sonia Gandhi is an intelligent woman. സോണിയാഗാന്ധി ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്. My hometown is Indore. എന്റെ നാട് ഇൻഡോറാണ്. My daughter's friend is very beautiful. എന്റെ മകളുടെ കൂട്ടുകാരി വളരെ സുന്ദരിയാണ്. Your work is nice. നിങ്ങളുടെ ജോലി നന്നായിട്ടുണ്ട്. He has 4 brothers. അവന് 4 സഹോദരന്മാരുണ്ട്. I have no time. എനിക്ക് തീരെ സമയമില്ല. When we want to give a statement about the future or the past, we apply the same procedure, except that the appropriate change needs to be made in the helping verbs too. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഇതേ മുറ തന്നെയാണ് ഉപയോഗിക്കുക. ക്രിയയിൽ മാത്രം മാറ്റങ്ങളുണ്ടാവും. Look at some examples. ഉദാഹരണം: My job will be in Delhi. എന്റെ ജോലി ഡൽഹിയിലായിരിക്കും. There was a beautiful flower vase in the gift shop. ഗിഫ്റ്റ് ഷോപ്പിൽ ഒരു നല്ല പൂപാത്രം ഉണ്ടായിരുന്നു. Your program was too good. നിങ്ങളുടെ പരിപാടി വളരെ നന്നായിരുന്നു. This is a palace. After 4 years, it will be a good hotel. ഇതൊരു കൊട്ടാരമാണ്. 4 വർഷം കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹോട്ടലാവും. Ashoka was a king. അശോക ഒരു രാജാവായിരുന്നു. Sometimes we need to express compulsive activities like, I have to study. You have to attend the meeting. He had to go to Bombay. They will have to play. ചിലപ്പോൾ നമുക്ക് നിർബന്ധപൂർവമായ ക്രിയകൾ പറയേണ്ടി വരും. മലയാളത്തിൽ നാം പ്രധാന ക്രിയയോടൊത്ത് യഥോചിതമായ സഹായക്രിയകൾ ഒരു വാചകത്തിലെ കാലങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കും. In these sentences, we use have to, present, had to, past, will have to, future. Let us do some exercises. ഉദാഹരണം: ഞാൻ പഠിച്ചേ തീരൂ. നീ മീറ്റിംഗിൽ പങ്കെടുത്തേ പറ്റൂ. അയാൾക്ക് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു. അവർ കളിച്ചേ തീരൂ. New words list. പുതിയ വാക്കുകൾ: Function. ആഘോഷം, Flower vase. പൂപാത്രം, Big. വലിയ, Response. പ്രതികരണം, Intelligent. ബുദ്ധിശാലി, Dream. സ്വപ്നം, Hometown. നാട്, Interview. ഇന്റർവ്യൂ, Time. സമയം, Finish. അവസാനം.